ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ അവരുടെ ഒരു ടെസ്റ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ എന്തൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയുള്ളൂ. എന്തായാലും ഈ ആണവ അന്താരാഷ്ട്ര ആണവ ഏജൻസി സ്വാഭാവികമായും അവിടെ ഈ പറയുന്ന റേഡിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരത്തെ അറിയിക്കാൻ സംവിധാനങ്ങളുള്ള ഏജൻസിയാണ്. കാര്യം അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. അവിടുത്തെ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള ജനങ്ങളെയും ഒരുപക്ഷെ അത് ഏത് അളവിലേക്ക് അത് റേഡിയേഷന്റെ തലം പോകുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ AIA നിലവിൽ പറയുന്നത് നോ ഓഫ് സൈറ്റ് റേഡിയേഷൻ എന്നാണ്. അല്ല, പുറത്തേക്ക് ഇത് വന്നതായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇത് ഭാവിയിൽ ആണവ ചോർച്ച ഏത് തരത്തിലൊക്കെ ബാധിക്കുമെന്നുള്ളത് ഇപ്പോൾ തീർത്ത് പറയാറായിട്ടില്ല. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി പെട്ടെന്ന് ഒരു അപകടം വലിയ അവസ്ഥയിലേക്ക് പോകുന്നുവെന്ന് എന്തായാലും പറയില്ല. പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഈ ബങ്കർ ബസ്റ്റർ എന്ന് പറയുന്ന GBU 57 അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ബോംബുകളാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു നാശവും വരുത്തിയിട്ടില്ല എന്ന് ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല 3 കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ 6 B2 ബോംബർ സ്റ്റെൽത്ത് ബോംബറുകളാണ് വന്നത്. എന്നുവെച്ചാൽ ഒരിടത്ത് 2 ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്നെന്നുള്ള രീതിയിൽ ആണ് ഈ ബസ്റ്റർ ബോംബുകൾ അവർ പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുതന്നെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൃത്യമായിട്ട് പതിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റേത് ഈ അതിനേക്കാൾ താഴേക്കാണോ സമ്പുഷ്ട യുറേനിയം സൂക്ഷിച്ചിരുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ.